ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മുറുക്കാണ് തയ്യാറാക്കുന്നത്. ഇത് റവ കൊണ്ടുള്ള മുറുക്കാണ്. ബിഗിനേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഈ റവ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി പറ്റാവുന്നത്രയും പൊടിച്ചെടുക്കുക. ഇപ്പോൾ റവ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ചൂടാവാനൊന്നും നിൽക്കണ്ട. ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച റവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം ചൂടാവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ട പാടെ തന്നെ ഇതിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയില്ലാത്ത വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. റവയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് റവ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിനി നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മുറുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ തണുത്ത റവ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. അരിപ്പൊടി നമുക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ മാവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുങ്കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റവയിലും ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കി അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് ഒരുപാട് കട്ടിയിൽ കുഴക്കരുത്, അതേപോലെ തന്നെ ഒരുപാട് ലൂസായി പോരുത്. അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. നമ്മൾ കൈവച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ അടയാളം നമുക്ക് കാണാൻ പറ്റണം. അതേ രീതിയിലായിരിക്കണം നമ്മുടെ മാവ്. നമുക്ക് മുറുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മുറുക്കിൻ്റെ അച്ചാണ്, ഇതേപോലത്തെ സ്റ്റാറിൻ്റെ അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഈ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മുറുക്ക് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതേപോലെ ഒന്ന് മുറുക്ക് ചുറ്റിച്ച് നോക്കുക. പൊട്ടാതെ വേണം ഇത് വരാനായിട്ട്. ഈ മുറുക്ക് ഇതേപോലെ പിഴിയുമ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ബട്ടർ കൂടിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. ഇത് പൊട്ടും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് മുറുക്ക് ഓരോന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ ഏതെങ്കിലും ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നമുക്ക് ഇതേപോലെ മുറുക്ക് ആദ്യം ഷേപ്പ് ചെയ്ത് വെക്കാം. അതിന് ശേഷം വറുക്കുന്നതായിരിക്കും എളുപ്പം. ഇതേപോലെ മുറുക്ക് ചുറ്റിയതിന് ശേഷം ആ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മുറുക്ക് വിട്ട് വരും. എല്ലാ മുറുക്കും ഇതേപോലെ തന്നെ ഒരു ഷീറ്റിലേക്ക് നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് വെക്കുക. മുറുക്ക് വറുക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ ഒരു തവി എടുത്തിട്ട് ഈ മുറുക്ക് പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ എളുപ്പമായിരിക്കും. ഇപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. മുറുക്ക് ഇട്ടതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറം
കളർ മാറും, പക്ഷേ അകം വേവാതെ പോലെ ഇരിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കുക. അതേപോലെ തന്നെ ഫ്ലെയിം ഒട്ടും തന്നെ കുറച്ച് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ മുറുക്കിൽ ഒരുപാട് എണ്ണ കുടിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. എണ്ണയുടെ ടെമ്പറേച്ചർ എപ്പോഴും ഒരേപോലെ ഇരിക്കണം. ഈ എണ്ണയിൽ കാണുന്ന ഈ ബബിൾസ് പോലത്തെ എല്ലാം മാറിയിട്ടുണ്ട്, മുറുക്കിൻ്റെ കളറും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കളർ ഒരുപാട് അങ്ങ് മാറിപ്പോവും. ഇതിന് നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മുറുക്കും ഇതേപോലെ തന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം മുറുക്ക് വറുത്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരുപാട് ലോ ഫ്ലെയിമിലും ആക്കരുത്. ഇതേപോലെ ബബിൾസ് ഒക്കെ മാറിയതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണിത്. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ കറക്റ്റ് മെഷർമെൻറ്റ്സ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്കാണ് ഇത്. നമുക്ക് തണുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ഒരാഴ്ചത്തോളം ഇത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയി തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.